ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എല്ലാം എന്തൊക്കെയോ നിങ്ങളിവിടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില തീരുമാനങ്ങൾ, ഉറച്ച ചില തീരുമാനങ്ങൾ നിങ്ങളിവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധി വർദ്ധിക്കുന്ന ആൾക്കാരാണെന്ന്, ബുദ്ധി വർദ്ധിച്ചു വരുന്ന ചില സമയമാണ് ഇപ്പോഴെന്നും കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ബഹുമാനം നിങ്ങൾ അർഹിക്കുന്നു, അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരോട് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നല്ല റിലേഷൻഷിപ്സും വരുന്നതായിട്ട് കാണുന്നു. മറ്റുള്ളവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്നും സ്നേഹം ലഭിക്കാനും ആദരവ് ലഭിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നുമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിങ്ങിൻ്റെ പദവിയല്ലേ കിങ് എന്ന് പറയുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന വ്യക്തിയല്ലേ കിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും അവരിൽ നിന്നും സ്നേഹം നേടിയെടുക്കാനും കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ആഗ്രഹ സഫലീകരണത്തിൽ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നല്ല ഒരു സക്സസ് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു. ഫ്രീഡം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ ഫ്രീഡം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരാവുന്നതാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷകരമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും, അതുപോലെ ആഗ്രഹ സഫലീകരണം, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കിന്ന് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം കൊണ്ടുവരാനും സാധിക്കുന്നു. പുതിയ തുടക്കം കൊണ്ടുവരുമ്പോൾ ആഗ്രഹ സഫലീകരണത്തിൻ്റേതായ പുതിയ ചില തുടക്കങ്ങൾ, ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും ജോലി ലഭിക്കാനും, അതുപോലെ തന്നെ ഏത് കാര്യത്തിലായാലും നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നമ്മളിവിടെ പറയുന്നത്, ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള മീനിങ് പറയുന്നുണ്ട്. അതുപോലെ എനിക്ക് ലഭിക്കുന്ന ഇൻഡ്യൂഷൻ അനുസരിച്ചും ഉള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മറ്റൊരാളിൻ്റെ സ്റ്റൈൽ എടുത്ത് അനുകരിച്ച് അതുപോലെ പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ ആകപ്പാടെ കാണുന്നത് പ്രദീപ് സാറിൻ്റെ ഷോർട്സ്, രാവിലത്തെ വീഡിയോ മാത്രമാണ് കാണുന്നത്. മറ്റാരുടെയും വീഡിയോസും കാണാറില്ല, ഒന്നും തന്നെ കാണാറില്ല. അവരുടെ സ്റ്റൈലിനെ ഇങ്ങോട്ടെടുത്ത് അനുകരിക്കാനും പോകുന്നില്ല. ഞാനിത് പഠിച്ചിട്ട് 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു ഞാൻ ഇവിടെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അന്ന് തൊട്ടുള്ള സ്റ്റൈലിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്നും ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചിലപ്പോൾ ചില പ്രത്യേകതകൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് മറ്റൊരാളിൻ്റെ അനുകരിച്ചിട്ട് എനിക്കത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ആരുടെയോ ഏതോ ഒരു റീഡറിൻ്റെ ഞാൻ അതുപോലെ പറയുന്നു എന്നൊക്കെ.
നമുക്കതങ്ങനെ പറഞ്ഞിട്ട് എന്ത് നേടാനാണ്? ഞാനിവിടെ എടുക്കുന്ന കാർഡ്സ് അതിൽ വരുന്ന കാര്യങ്ങൾ പറയുന്നു. എൻ്റെ ഇൻഡ്യൂഷനും കൂടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മനസ്സിലായി? അല്ലാതെ മറ്റൊരാളിൻ്റെ അനുകരിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. അവർ ചിലപ്പോൾ എൻ്റെ ആയിരിക്കും അനുകരിക്കുന്നത്, അതെനിക്കറിഞ്ഞുകൂടാ, ഞാനതൊട്ട് ശ്രദ്ധിക്കാറുമില്ല. എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും ആര് ഗൈഡൻസ് എടുക്കുന്നു എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയാറുമില്ല. ഞാൻ ആകപ്പാടെ കാണുന്നത് പ്രദീപ് സാറിൻ്റെ ഒരു ഷോർട്സ് വീഡിയോസ് രാവിലത്തെ മിക്കവാറും കാണും, എന്നും അതും കാണുന്നില്ല. ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് എന്താണ് ഇവിടെ നെഗറ്റീവ് പറയേണ്ടതെന്ന് ആലോചിച്ച് നമ്മളെ ഇനി നമ്മുടെ എനർജി ഡൗൺ ആക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. അതൊന്നും അങ്ങനെയൊന്നും ശരിയാവുന്ന കാര്യമല്ല. ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, വളരെ ഫാസ്റ്റിൽ നിങ്ങളുടേതായ എനർജി കടക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഫാസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ചിലപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അൺഎക്സ്പെക്റ്റഡായിട്ട് വരാം. ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ബിസിനസ് പരമായ ട്രാവലിംഗ് നടത്താനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസം കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സക്സസ് വരാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള ഒരു റീയൂണിയൻ വേണമെങ്കിൽ ഇവിടെ പറയാം. എന്തായാലും ശരി, എനർജി വളരെയധികം ഫാസ്റ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ അശ്രദ്ധരായിട്ടിരിക്കുമ്പോൾ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാം. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇരിക്കാൻ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങളുടേതായ സാധനങ്ങളിലും ഒക്കെയും ഒരു ശ്രദ്ധ വേണം. ഇല്ല എങ്കിൽ അത് മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ കയ്യിലിരിക്കുന്ന ബാഗാവ് അതുപോലെ പേഴ്സ് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അനാവശ്യകരമായിട്ട് മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അതിലൊന്ന് ശ്രദ്ധിക്കാം. മനസ്സിലായി? ആർക്കും ആവശ്യമില്ലാതെ നമ്പർ കൊടുക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് ചീറ്റിംഗ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നു. നയൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചില ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. മനസ്സിലായി? ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹ സഫലീകരണത്തിനായിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഉണ്ടായിരിക്കണം. അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കാതെ ഇരിക്കില്ല. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങളിവിടെ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് വന്നു ചേരാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഏത് കാര്യത്തിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നിങ്ങളെ എപ്പോഴും രക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വൺസ് ഫയർ സൈനാണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡ് വന്നിട്ടുണ്ട്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നമുക്കത് ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. എംബ്രേസ്, ട്രൂ ലവ് ആൻഡ് ഡീപ്പ്. അപ്പം
യഥാർത്ഥത്തിലുമുള്ള ഒരു പ്രണയത്തെയാണ് ഇവിടെ എംബ്രേസ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഒരു നഷ്ടപ്രണയമുണ്ടോ, നഷ്ടമായിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ പുതിയതായിട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇവിടെ ഈ ഒരു കണക്ഷന് നിങ്ങൾക്ക് ദൈവികമായ എനർജി ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ നിമിത്തം നിങ്ങൾക്ക് പരസ്പരമുള്ള ഒരു കൂടിച്ചേരൽ നിമിത്തം ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയോ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് എന്ന് പറയാം. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഇവിടെ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പ്രായമാകുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാം. അതുമല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും തമ്മിൽ ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് അകന്നു പോകുന്ന സിറ്റുവേഷനും ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ടാവാം. സാമ്പത്തികം നിങ്ങൾ കൊടുത്ത് സഹായിച്ചതാണ്, അത് നിങ്ങൾ സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രമാത്രമാണ്: ഞാനിവിടെ ഒറ്റപ്പെടുന്നു, ഞാൻ മാത്രമല്ല ഒറ്റപ്പെടുന്നത്, ഞാൻ മാത്രമായിട്ടല്ല, എന്നിലേക്ക് ഡിവൈൻ കണക്ഷൻ വരുന്നുണ്ട്, എനിക്ക് ദൈവാനുഗ്രഹം എന്നോടൊപ്പം തന്നെയുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ വിഷമിക്കേണ്ടതായ കാര്യമൊന്നും തന്നെയില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖ നിമിത്തവും ഒറ്റപ്പെടാം. ചിലപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു ഏതെങ്കിലും കാര്യത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ അവസ്ഥകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു വേർപെടൽ സംഭവിക്കാവുന്നതാണ്. എപ്പോഴും കൂടിച്ചേർന്നിരിക്കുന്നിടത്ത് ഒരു വേർപെടൽ സംഭവിക്കാവുന്നതാണ്, ഒരു സെപ്പറേഷൻ സംഭവിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പിന്താങ്ങാനായിട്ട്, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ദൈവികമായ എനർജി കൂടെ ഉണ്ടാവും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കണം. മനസ്സിലായി? ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മാനസികമായ വിഷമം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ അനുഭവിക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ ചതിയിലൂടെ നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഐശ്വര്യകരമായ അല്ലെങ്കിൽ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ് കണ്ടിട്ട് തന്നെ അസൂയ ഉണ്ടായ ചില വ്യക്തികൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവാം. മനസ്സിലായി? നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത തെറ്റിനായിട്ട് നിങ്ങളെപ്പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വരുന്നത്. ഇവിടെ നിങ്ങളോടൊപ്പം തന്നെ ഡിവൈനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ പോസിറ്റീവായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എൻഡാവുന്നു, പുതിയ ലൈഫ് തുടങ്ങുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരാൾ കട്സ് നോക്കാം. ഇവിടെ ഡ്രീമാണ് വന്നിരിക്കുന്ന. ലവേഴ്സിൻ്റെ അതേ എനർജിയാണ് ഇവിടെ. ഡ്രീം കാണുകയാണ്, സ്വപ്നം കാണുന്ന ലൈഫ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് സ്വപ്നം കാണുകയാണ്, എനിക്ക് ഇതുപോലെ നല്ലൊരു ലൈഫ് വേണം,
ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും നിങ്ങളെ കെയർ ചെയ്യുന്ന നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ഒത്തിരി സ്വപ്നം കാണുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സഫലമാകും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതെ, ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സഫലമാവും. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്റ്ററാകുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ മാസ്റ്ററാകുന്ന എനർജി എന്ന് പറയുമ്പോഴെന്താണ്, മറ്റുള്ളവരുടെ ഗുരുവാകുന്ന എനർജി. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും കഴിവ് കൂടുതലാകുന്നു. മറ്റുള്ളവർ നിങ്ങളെ അവരുടെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ സങ്കല്പിക്കുന്നത്? നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് പോസിറ്റീവായിട്ടുള്ള എനർജി കൂടുതലായിട്ട് പ്രദാനം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അവർക്കങ്ങനെ തോന്നുന്നത്. സ്ട്രെസ്സാണ്. പലരും ഇവിടെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ലൈഫാണെന്ന് കാണുന്നുണ്ട്. എന്തിനാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്? ഏത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ നിങ്ങൾക്ക് സ്വയം വിചാരിക്കാവുന്നതാണ്, എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്? മോശകരമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മാത്രമല്ലേ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അനാവശ്യകരമായ ചിന്തകളിൽ നിന്ന് നിങ്ങൾ വിമുക്തരാകൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആവശ്യമില്ലാത്തതിന് കൂടുതൽ കൈകടത്താതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. മനസ്സിലായി? നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, അതാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് ഒരാളിനെ എപ്പോഴും ഇങ്ങനെ എനർജി ഡൗൺ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാവുന്നതാണ്. സ്വയം ഒരു ആത്മീയ എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായോ? കുറച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾക്കത് വളരെ നല്ല എനർജിയെ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം ഒന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആർക്കെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള അവസരം, പുതിയ ജോലി കിട്ടാനാവാം, അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ആവാം, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉല്ലാസ യാത്രകൾ പോകുന്നതാവാം, കൂട്ടുകാരുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വിവാഹമാകാം, അതിലൊക്കെ നിങ്ങൾക്ക് കൂടിച്ചേർന്ന് സന്തോഷിക്കാനുള്ള എനർജി ഇന്നത്തെ ദിവസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാൻ ഇന്ന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓട്ടം വന്നിരിക്കുന്നത് ഗിൽറ്റാണ്. കണ്ടില്ലേ? ഇവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നിട്ടതിൽ കുറ്റബോധം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ സ്ട്രെസ് വന്നപ്പോഴേ പറഞ്ഞു, നമ്മൾ അനാവശ്യകരമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആദ്യം നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം കാര്യം നോക്കൂ, എന്നിട്ട് മതി മറ്റുള്ളവരെ വിമർശിക്കാൻ പോകുന്നത്. ഏതോ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നു, എന്താണ് മറ്റുള്ള ആരുടെയോ സ്റ്റൈൽ ഞാൻ അനുകരിച്ചു എന്ന്. എനിക്കതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അവരപ്പോൾ എത്രമാത്രം സമയം അവർ അങ്ങനെ മെനക്കെട്ട് കളഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് കൊണ്ടുവന്നിട്ടത്. ഇന്ന് വരെ ഈ 3 വർഷങ്ങൾ കൊണ്ടും ആരും എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത്രയും സമയം മെനക്കെട്ട് അവരെന്തിനു വേണ്ടിയിട്ടാണ് അത് തുനിഞ്ഞിരിക്കുന്നത്? അവരുടെ ഉള്ളിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അല്ലേ? അതുകൊണ്ട് നിങ്ങളായാലും നിങ്ങളുടേതായ കാര്യം ആദ്യം നോക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. മനസ്സിലായോ? സ്വന്തം കാര്യം ആദ്യം നോക്കൂ. സ്വന്തം സന്തോഷത്തിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടാവരുത് സന്തോഷിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഒന്ന് ഫോർച്യൂൺ കാർഡ്സ് കൂടെ നോക്കാം. ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
ഇന്ന് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എന്നൊന്നുകൂടി നോക്കാം. കപ്പാണ് വന്നിരിക്കുന്നത്. യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം കണ്ടില്ല അതിന്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആരെങ്കിലും നിങ്ങളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. അത് അവരുടെ സ്വഭാവമല്ലേ. ആർക്കെങ്കിലും അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായി. മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത് സ്വയം സന്തോഷിക്കുന്ന എനർജിയാണത്. ഇവിടെ വെയിറ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജിൽ നിങ്ങൾ ഏതെങ്കിലും ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ, ഏതെങ്കിലും മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ, അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ബ്രെഡ് പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് കണ്ടില്ലേ. നിങ്ങൾക്ക് പ്രോസ്പെറിറ്റിയുടെയും ഐശ്വര്യത്തിൻ്റെയും അബണ്ടൻസിൻ്റെയും ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ഇവിടെ വന്നിരിക്കുന്നത് യങ്ങർ മാനാണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർ, ആരെങ്കിലും ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പോ ഇന്നത്തെ ദിവസം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.